പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ മുഷ്റഫ് മോളിലാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട്. മറ്റേത് ഞായറാഴ്ച പള്ളി കുർബാനയ്ക്ക് പോയിട്ട് കൊച്ചിനെ സൺഡേ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് കറങ്ങാൻ വരുന്നതായിരുന്നേ. ഇപ്പം പിന്നെ കൊച്ചിന് സൺഡേ സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ കറങ്ങലിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ വണ്ടിയിലിരുന്ന് മുഷ്റഫ് മോളിൽ കയറുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇട്ടു കേട്ടോ. വേറൊന്നുമല്ല, കണ്ണൊന്ന് എഴുതി. പള്ളിയിൽ പോയപ്പോൾ എനിക്ക് അതിന് സമയം കിട്ടിയില്ല. എഴുതിയില്ലെങ്കിൽ എന്നെ കാണാൻ ഒന്നിനും കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറയുന്നേ. അങ്ങനെ ഇപ്പോൾ എഴുതിയില്ലല്ലോ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ്. അതല്ലേ ഇപ്പം നമ്മൾ ഓർക്കല്ലേ, ഈ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോൾ എന്നാ കണ്ണെഴുതാനാണ്, എന്നാണെങ്കിലും കണ്ണെഴുതാതെ പള്ളിയിൽ പോയത്. അങ്ങനെ മുഷ്റഫ് മോളിലൊക്കെ ചെന്നു. എല്ലാ ഷോപ്സിൽ കൂടെയും ചുമ്മാ കയറി ഇറങ്ങി. മുഷ്റഫ് മോൾ പിന്നെ ഒത്തിരി വലിയ ഷോപ്സുകൾ കുറേ ഉണ്ട്, പക്ഷേ എനിക്ക് മനസ്സിന് പിടിച്ച ഷോപ്സ് ഒന്നും ഇല്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഏതാണെന്നറിയാമല്ലോ. അങ്ങനെ അതുവഴി എല്ലാം കയറി നടന്നു. ജസ്റ്റ് കുറേ ടീഷർട്ടൊക്കെ നോക്കി. ജസ്റ്റിക്ക് അവർ ഒറ്റ സാധനം മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞേ, അമ്മ എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ പിന്നെ അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൾഡ് സ്റ്റോണിൽ കയറി. അങ്ങനെ കൊച്ചിൻ്റെ ഊഴം കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ ഊഴമാണേ. അങ്ങനെ പിന്നെ നമ്മൾ 3 പേരും കൂടെ കോഫി ഷോപ്പിലോട്ട് പോയി. ഞാൻ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ചായക്കടയിൽ പോയി കോഫി കുടിക്കാമെന്ന്. പിന്നെ ജസ്റ്റിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ കോഫി കുടിക്കാൻ കയറിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു ക്രേവിങ്സ്, എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന്. നീ കഴിക്കണ്ട, എനിക്ക് ക്രേവിങ്സ്. കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. നമ്മളൊരാഗ്രഹം തോന്നിയ ഒരു സാധനം വാങ്ങിച്ചാൽ വേറെ ഒരു മനുഷ്യരും അത് കഴിക്കുകയില്ല. എന്താ അല്ലേ? എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴല്ലേ അതിനൊരു രസമുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ എനിക്ക് യൂസ്ഡ് ആകട്ടോ. അവന്മാർ കഴിച്ചില്ല, കഴിക്കണ്ട. ക്രേവിങ്സ് നമുക്കല്ലേ, നമുക്ക് കഴിക്കാം. അങ്ങനെ നല്ലൊരു ചോക്ലേറ്റ് കേക്ക് കഴിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒന്നും ഫാനല്ല. പക്ഷേ ചില സമയത്ത് നമുക്കിങ്ങനെ തോന്നത്തില്ലേ, എന്തെങ്കിലും ഇഷ്ടമുള്ളത് പ്രത്യേകിച്ച് മധുരം കഴിക്കണമെന്ന്. അങ്ങനെ തോന്നിയോണ്ട് വാങ്ങിച്ച് കഴിച്ചാൽ. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരും, ലിറ്റി ഇങ്ങനെ മധുരമൊക്കെ കഴിച്ച് നടന്നു, ഡയബറ്റീസ് ആവും, അതാണ് ഇതാണ്, ഒന്നാതെ നല്ല തടിയുണ്ട്, ഹെൽത്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമുക്ക് വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ തോന്നുള്ളൂ. അപ്പോൾ അങ്ങ് വാങ്ങിച്ച് കഴിച്ചോണോന്നേ. നമ്മളെന്ന് ഈ ചോക്ലേറ്റ് കേക്കും ഐസ്ക്രീമും അതും ഇതൊക്കെ കഴിക്കാൻ പോകുന്നുണ്ടോ? ഇച്ചിടെ കഴിയുമ്പോൾ എന്നാണല്ലോ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ പിടിക്കുമെന്നേ. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കഴിക്കാൻ തോന്നുന്ന കാലത്ത് ഓരോന്ന് വാങ്ങിച്ചെങ്കിൽ കഴിച്ചു. ഞാൻ പണ്ടും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കിതെല്ലാം ഒത്തിരി കൊതിയുള്ള സമയമായിരുന്നു. അന്ന് നമ്മുടെ കാശില്ലായിരുന്നു. നമ്മുടെ കാശ് വന്ന സമയത്തോ നമുക്ക് കാശിന് ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊന്നും നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ കാശിൻ്റെ ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോഴോ നമുക്ക് എല്ലാ അസുഖങ്ങളും വരും പ്രായവും. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങ് തീർത്തോണം. അപ്പം ശരി, എന്നാൽ പോയേച്ചും വരാം.